ഗായത്രി വർഷ, ഞാൻ മാമിലേക്ക് വരികയാണ്. നിങ്ങളുടെയെല്ലാം മേഖലയിലെ നടീനടന്മാരുടെ സംഘടന അമ്മ ഇന്ന് ഈ വിഷയം വന്നിട്ട് ആദ്യമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു. ആ പ്രതികരണത്തെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ പങ്കെടുക്കുന്ന 3 പേരും ദുഃഖകരമായിട്ടുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. ആര് തള്ളി പറഞ്ഞാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നിഗമനങ്ങൾ അത് തെളിഞ്ഞു നിൽക്കും. അതിലുള്ള നടപടികളുമായി കേരളീയ സമൂഹം മുന്നോട്ട് പോകും എന്ന് അവർ 3 പേരും പല ചേരികളിൽ നിന്നുള്ളവരാണ്. അവർ ഒരേപോലെ പറഞ്ഞു. എല്ലാവരും ആ സംഘടനയുടെ അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച്, അതിൽ പലതുമുണ്ട്. റിപ്പോർട്ട് അംഗീകരിക്കുന്നു എന്നുണ്ട്, കുറ്റവാളികളെ ശിക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും അത് ആണധികാര സ്വരത്തിലായി എന്നൊരു വിലയിരുത്തൽ ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തെ ആകെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. ഗായത്രി വർഷ, ഒരു നടി എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സ്വന്തം ഇൻഡസ്ട്രി, സ്വന്തം തൊഴിലിടം, അതിനെ ശുദ്ധീകരിക്കാനുള്ളൊരു യത്നം കേരളം തുടങ്ങിയിരിക്കുന്നു. അമ്മ എന്ന സംഘടന അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? മറ്റ് ചലച്ചിത്ര മണ്ഡലത്തിലെ മറ്റ് സംഘടനകൾ, മറ്റ് തൊഴിൽ മേഖലയിലുള്ളവർ ഒക്കെ എന്താണ് ചിന്തിക്കുന്നത്? അമ്മയുടെ പ്രതികരണത്തെപ്പറ്റി, ഈ സംഭവഗതികളുടെ പോക്കിനെപ്പറ്റി. ഇതിലിപ്പം അവതാരകൻ ശ്രീ MPC എന്നോട് സംസാരിക്കുമ്പോൾ സ്വന്തം തൊഴിലിടം എന്നാണ് ഉപയോഗിച്ചത്. 30 വർഷമായിട്ട് സിനിമാ രംഗത്ത് പണിയെടുക്കുന്ന എനിക്ക് അതെൻ്റെ സ്വന്തം തൊഴിലിടമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സ്വന്തം അസോസിയേഷനായിട്ട് തീരെ തോന്നിയിട്ടില്ല. അതിൻ്റെ അകത്ത് മറുപടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അമ്മയുടെ ഇത്രയും വൈകി വന്ന ഏറ്റവും നിരുത്തരവാദപരമായ പ്രതികരണം, ആ പ്രതികരണം ഇന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ചോദ്യോത്തരത്തിന് പോലും പഴുതില്ലാത്ത വിധം ആ പ്രതികരണത്തിൽ നിന്ന് എല്ലാ ഉത്തരങ്ങളുമുണ്ട്. അമ്മയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സിദ്ദിഖിൻ്റെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എങ്ങനെ സ്ക്രീനിൽ റീലിൽ അഭിനയിക്കുന്നോ അതുപോലെ ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ റിയൽ ക്യാമറകളുടെ മുമ്പിൽ അഭിനയിച്ചു. തീർച്ചയായിട്ടും ഞാൻ പറയും, മലയാളത്തിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാൾ സിദ്ദിഖേട്ടനാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു അഭിനയം ഇന്ന് നമ്മൾ കണ്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോ ആക്ടേഴ്സായിട്ട്, സഹനടികളായിട്ട്, നായകന്മാരായിട്ടല്ല, സഹനടികളായിട്ട് അല്ലെ അനിയത്തിമാരായിട്ട് 2 കുട്ടികളെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്ന് അഭിപ്രായം പറയിപ്പിച്ചു. അത്തരത്തിലൊരു സ്ത്രീ അഭിപ്രായ പ്രകടനമായിരുന്നില്ല കേരളം പ്രതീക്ഷിച്ചത് എന്ന് തന്നെ വേണം. ഉത്തരവാദിത്തപ്പെട്ട സ്ത്രീ അഭിപ്രായങ്ങളുണ്ട്. അത് ആര് പറഞ്ഞാലും, ജോമോള് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിനകത്ത് നമുക്ക് തെറ്റില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടൊരു അഭിപ്രായം ഉണ്ടാവണം എന്നുണ്ടായിരുന്നു. രണ്ടാമത് ജഗദീശേട്ടൻ വന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ കുറച്ചുകൂടി ഒരു ജെനുവിനായി തോന്നി നമുക്ക്. സിദ്ദിഖോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞതിനെ ഖണ്ഡിച്ച പോലെയാണ് തോന്നിയത്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതുവരെ എന്തുകൊണ്ട് പുറത്ത് പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ ആരും പറയുന്നതിനേക്കാൾ ഭംഗിയായി അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് ഉപോത്ബലകമായ ഒരു സംഭവത്തിൻ്റെ കേസ് കോടതിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വിധി വന്നതിന് ശേഷം ഇതാവാം എന്ന് പറയുന്ന ഒരു നിലപാട് ശരിയാണ് എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായി ഞാൻ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയല്ല, ഞാൻ ഇന്ന് വലിയ തിരക്കിനിടയിൽ ഇടയ്ക്ക് അങ്ങനെ കേട്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇവരുടെ തന്നെ ഭിന്നതയില്ല, അമ്മയിൽ ഭിന്നതയില്ല. നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്ത് വരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണാം. ഭിന്നതയില്ല, പക്ഷെ ഒരിക്കലും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. സ്ത്രീ പുരുഷ ബന്ധ വർഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നിടത്ത് ഒരു ക്രോഡീകരണം ഒരു കാലത്തും ആ അസോസിയേഷനിൽ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഇതൊരു വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരിടമാണ്. ശരിക്കും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, സിനിമ വ്യവസായ മേഖലയാണ്, സിനിമ ഒരു തൊഴിൽ മേഖലയാണ്, വലിയ തൊഴിൽ മേഖലയാണ്, വളരെ വിഭിന്നമായ സ്വഭാവങ്ങളുള്ള പലതരത്തിലുള്ള തൊഴിലുകളുടെ ഒരു കോംപ്ലെക്സ് ആയിട്ട് ഇടപെടുന്ന ഒരു തൊഴിൽ മേഖലയാണ്. ഈ ടെക്നിക്കൽ പദങ്ങൾ ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു തൊഴിൽ മേഖലയിൽ വളരെ കെട്ടുറപ്പുള്ള, ഒരുപക്ഷെ ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള രീതിയിലുള്ള സംഘടനകളുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ സഖാവ് ഷിജു ഖാൻ പറഞ്ഞതുപോലെ അരനൂറ്റാണ്ടല്ല, 96 വർഷത്തിൻ്റെ സിനിമയുടെ ഒരു അവസ്ഥയാണ് നമ്മൾ പഠിച്ചത്. PK റോസിയെ പോലെ ആദ്യത്തെ നടിക്കുണ്ടായ അനുഭവം നമുക്കറിയാം. അതിൽ നിന്ന്
വിഭിന്നമല്ല ഇപ്പം ഉണ്ടാകുന്നത്. അന്ന് എത്രമാത്രം പാർശ്വവൽക്കരിക്കപ്പെട്ട, എത്രമാത്രം മാറി നിൽക്കുന്ന ഒരിടത്തു നിന്നാണോ ആണുങ്ങൾ വേഷം കെട്ടി അഭിനയിച്ചിരുന്ന സ്ത്രീ കഥാപാത്ര സമ്പ്രദായത്തിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും സ്ത്രീകൾ അഭിനയിക്കുന്ന ഒരിടങ്ങളിലേക്ക് വന്നിട്ട് ഇന്ന് നമ്മൾ ഇത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരിടത്ത് വന്ന് നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടും കുറവല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അമ്മയുടെ പ്രകടനത്തിൽ പോലും നമ്മൾ കണ്ടത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, 30 വർഷം പണിയെടുത്ത് എനിക്ക്, 300 സിനിമകളിൽ അധികം ചെയ്ത എനിക്ക്, 300 സിനിമയോളം ചെയ്ത എനിക്ക് എൻ്റെ ഒരു തൊഴിലിടം എന്ന് പറയുന്ന ഒരു അടുപ്പം തോന്നിയിട്ടില്ലെങ്കിൽ അവിടുത്തെ കെട്ടുറപ്പില്ലായ്മയാണ് അതിൻ്റെ കാരണമെന്നാണ് ഞാൻ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് എത്തുന്നത്.